ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ട് ബാർബിക്യൂ നേഷനിൽ പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എൻ്റെ ടോമിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. നിങ്ങളെല്ലാവരും ഒന്ന് വിഷ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ ഈവനിങ് ഉള്ള 6:30 സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ചെന്ന വഴി തന്നെ നമ്മൾ സ്റ്റാർട്ടറിൽ നമ്മുടെ ഫുഡ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്കുണ്ടായിരുന്ന ആൾ പന്നിരം എന്നുള്ളൊരു ആളായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഹി വാസ് റിയലി നൈസ് ആൻഡ് സർവീസ് വാസ് റിയലി ഗുഡ്. ഐറ്റംസ് നമ്മൾ സ്റ്റാർട്ടറിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിസ്പി കോൺ ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു ക്രിസ്പി കോൺ എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു പൊട്ടാറ്റോ, അത് എന്ത് പൊട്ടാറ്റോ എനിക്കറിയില്ല, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അധികം ഇത് കഴിച്ചില്ല, കാരണം അത് ഒത്തിരി കഴിച്ച് നമ്മുടെ പെട്ടെന്ന് നമുക്ക് ഫില്ലിങ് ആവുന്നത് ബാക്കിയുള്ള ഐറ്റംസാണ് എനിക്ക് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പം അത് നമുക്കെല്ലാം ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ടായിരുന്നു എങ്ങനെയൊക്കെ വേണ്ടേ, നമുക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, സ്പൈസ് എത്ര വേണം, അങ്ങനെയെല്ലാം നമുക്ക് ചോദിച്ചറിയുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാം കൊടുന്ന് വെച്ചിട്ട് നല്ല ഐറ്റംസ് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പാനിപ്പൂരി ഉണ്ടായിരുന്നു. പാനിപ്പൂരി ഇഷ്ടമുള്ളവർക്ക് അത് കഴിക്കാറുണ്ട്. ഒരു പീസ് ജസ്റ്റ് ട്രൈ ചെയ്തു. പിന്നെ ചിക്കൻ സീഖ് കബാബ് കൊടുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ഗ്രിൽ കൊടുന്ന് വെച്ചതിൽ അതിൻ്റെ മേലെ എല്ലാം കൂടെ ചൂടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ഐറ്റംസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രോൺസ് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഐറ്റംസും ഫിഷ് ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പ്രോൺസ് ആയിട്ട്. തട്ടിക്കുള്ള ടേസ്റ്റ് ആയിരുന്നു. അത് നല്ല സൈസിലുള്ള പ്രോൺസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സ്റ്റാർട്ടേഴ്സെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ മെയിൻ കോഴ്സ് ട്രൈ ചെയ്യാൻ പോയി. മെയിൻ കോഴ്സ് കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. നമുക്കിവിടെ അൺലിമിറ്റഡ് ഫുഡാണ്. ഒത്തിരി ഫുഡൊക്കെ കഴിക്കുന്നവർക്ക് ഇത് നല്ല വെർത്തായിരിക്കും. നമുക്കിവിടെ നൂഡിൽസ് ഉണ്ടായിരുന്നു, ഹക്ക നൂഡിൽസ് ആയിരുന്നു അത്. പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു, നോർമൽ റൈസ് ഉണ്ടായിരുന്നു, പാസ്ത ഉണ്ടായിരുന്നു. പിന്നെ അതിൽ കറിയായിട്ട് ചിക്കൻ ബട്ടർ മസാല, ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്തോ ഒരു മട്ടൻ എന്തോ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. ഇത് പിന്നെ ചിക്കൻ്റെ ബോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൽ മെയിൻ കോഴ്സിൽ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പിക്കിൾസ് ഐറ്റംസ് ആയിട്ടുണ്ടായിരുന്നു. അതിൽ റൈത്ത, കുക്കുംബർ, ക്യാരറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ സ്വീറ്റ്സ് കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പലതരം കേക്ക്സ് ഉണ്ടായിരുന്നു, അതിൽ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. എനിക്കതെല്ലാം ഇഷ്ടപ്പെട്ടു. ചീസ് കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഇതിലിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ക്യാൻഡീസ് ആയിരുന്നു അത്. പിന്നെ ഇതെന്തോ സ്വീറ്റ് ആയിരുന്നു, എനിക്ക് പേരറിയില്ല. അതിൻ്റെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചോക്ലേറ്റിൻ്റെ കേക്ക് പീസസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീംസ് 2 വെറൈറ്റീസ് ഉണ്ടായിരുന്നത്, വാനിലയും സ്ട്രോബെറി ഉണ്ടായിരുന്നത്, അതെടുത്തു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവിടുത്തെ സ്വീറ്റ്സ് എല്ലാം ഞാൻ ഒത്തിരി കഴിച്ചിട്ടുണ്ടായിരുന്നു. സ്വീറ്റ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ഞാൻ ഒത്തിരി കഴിക്കുകയും ചെയ്തു. പിന്നെ എല്ലാം നല്ല ടേസ്റ്റായിരുന്നു എല്ലാം. പിന്നെ ഇതൊരു ബ്രെഡിൻ്റെ ഒരു ഐറ്റം സ്വീറ്റായിട്ടായിരുന്നു. അത് ഞാൻ ട്രൈ ചെയ്തില്ല, എനിക്കെന്താ അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എല്ലാം കൊടുന്ന് വെച്ച് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. ഗുലാബ് ജാമുനൊക്കെ ആവശ്യത്തിനധികം ഇതിലുണ്ടായിരുന്നു, അതെല്ലാം എടുത്തു. എൻ്റെ പ്ലേറ്റ് ഫുള്ളായിരുന്നു കേട്ടോ. ഞാൻ എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ലാസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്നുള്ളത് ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അതൊരു സർപ്രൈസായിട്ട് ഞാൻ ടോമിന് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അവർ നല്ല രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്തതിന് വേണ്ടിയിട്ട് അവർ നമ്മുടെ കൂടെ സെലിബ്രേഷനിൽ പങ്കെടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാനും എൻ്റെ ടോമിനും ഒത്തിരി ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു ഇത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.